മഷ്റൂം വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഓയിലിൽ കുറച്ച് ജീരകം ഇടാം. ജീരകം ഇട്ടതിന് ശേഷം അതൊന്ന് റെഡി ആയി വരുമ്പോഴേക്കും സവാള ആഡ് ചെയ്യണം വിത്ത് സം സോൾട്ട്. ചെറുതായിട്ടൊന്ന് വാടിയാൽ അത് വാടുന്ന വരെ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്യാം. ഞാൻ പട്ടേന്ന് വാങ്ങിച്ചത് എനിക്ക് കഴിക്കാൻ മതിയായിരുന്നു. ചെറുതായിട്ടൊന്ന് റെഡി ആകുമ്പോഴേക്കും നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. എന്നിട്ട് അതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ്സ് മതിയാവും. അല്ല 3 മിനിറ്റ്സ്. ഇത് അത്യാവശ്യം ഓക്കെ ആയിട്ട് വന്നിട്ട് ഞാൻ ആവശ്യത്തിന് മല്ലിപ്പൊടി, ദെൻ മസാലപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും ഇട്ടിട്ട് ഇളക്കണം കേട്ടോ. മസാലപ്പൊടിക്ക് കുറച്ച് മതി. മുളക് പൊടി ആവശ്യത്തിന്, ദെൻ കുറച്ച് മഞ്ഞൾപ്പൊടി. വളരെ കുറച്ച് വെള്ളം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവേ. മഷ്റൂം നമുക്കിപ്പോൾ ഇതിൽ ഇടണം, അതുകൊണ്ടായിരുന്നു. ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ മഷ്റൂം ആഡ് ചെയ്യാം. മഷ്റൂം സൂക്ഷിക്കുക, പെട്ടെന്ന് ഉടഞ്ഞു പോകും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇളക്കേണ്ടി വരും കേട്ടോ. പയ്യെ സൂക്ഷിച്ച് ഇളക്കുക. ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തിട്ട് മൂടി വെക്കുക. ഇത് പെട്ടെന്ന് വെന്തോളും. മഷ്റൂം ഉടയാതെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് മൂടി വെക്കണം. ഞാൻ ഓൾറെഡി സൈഡിൽ ക്യാരറ്റും പിന്നെ ക്യാബേജും വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബിരിയാണി റൈസും വേവിച്ച് വെച്ച കുറച്ച് ഇറച്ചിയും കൂടി ഞാൻ ആഡ് ചെയ്യുവാണ്. എന്നാൽ പിന്നെ ടേസ്റ്റ് പോയാൽ ഇറച്ചിയുടെ ടേസ്റ്റിൽ പിടിച്ച് നിൽക്കുമല്ലോ. അതുകൊണ്ട് നമുക്ക് കുറച്ച് ചിക്കനും കൂടി ആഡ് ചെയ്യാം. ഭയങ്കര പ്രോട്ടീനിഷ്യസ് മീലാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് വി ഷുഡ് ബ്ലെൻഡ് ഇറ്റ് റിയലി വെൽ. മഷ്റൂമും ചിക്കനല്ല, സോറി ബീഫും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്യാം. സോറി ഗൈസ്, വീഡിയോ പ്ലേ ആയില്ല. ഇതിൽ ഞാൻ ഓൾറെഡി ക്യാരറ്റും ക്യാബേജും വേവിച്ച് വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ റൈസും. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്ത് കുറച്ച് സ്ക്രാമ്പിൾഡ് എഗ്സും ആഡ് ചെയ്ത് വീഡിയോ എടുത്തായിരുന്നു, പക്ഷേ അത് ഷൂട്ടായില്ല. അതിൻ്റെ മിക്സപ്പ് ചെയ്യാം. നിങ്ങൾ ഓർക്ക് ഇതെന്ത് ഇങ്ങനെ ഇരിക്കണേന്ന്, അതും എനിക്കറിയാൻ പാടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. സോ ബേസിക്കലി നമുക്കൊന്ന് മിക്സപ്പ് ചെയ്തൊന്ന് റെഡി ആക്കിയിട്ട് കഴിച്ച് നോക്കാം. ദിസ് ഈസ് അവർ മഷ്റൂം മിക്സഡ് വെജീസ് റൈസ് വിത്ത് സം ബീഫ് ആൻഡ് സ്ക്രാമ്പിൾഡ് എഗ്. ഇത് ഞാൻ ഇതിൻ്റെ പേരാണ്. സോ ബേസിക്കലി നമുക്കിതൊന്ന് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. സോ ഗൈസ്, നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്യുന്നത്. സോ ബേസിക്കലി മേ ബി വെച്ചറാവാം, ട്രൈ ചെയ്യാം. ഗുഡ് ഗൈസ്. അങ്ങനെ മസാല ഫ്ലേവർക്ക് വന്നിട്ട് നല്ല ടേസ്റ്റ്. അടിപൊളിയാണ്. ഞാൻ തന്നെ എൻ്റെ ഒരു ഇതിലുണ്ടാക്കിയാണ്. I want to say some truth. എന്താണെന്ന് വെച്ചാൽ ഈ പൊടി ഇടുന്ന സമയത്ത് എനിക്ക് മസാലപ്പൊടിയും ഗരം മസാലപ്പൊടി ഏതാണെന്ന് മനസ്സിലായില്ല. കാരണം ആ പാക്കറ്റിൽ എഴുതിയിട്ടുണ്ടാവില്ല, ചുമ്മാ ഒരു പാക്കറ്റിലായിരുന്നു. സോ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് ഞാൻ മണത്താണ് ഇട്ടത്. മണത്ത് കണ്ടുപിടിക്കാൻ എനിക്ക് അറിയുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഗൈസ്. ഇനി ഇതായിരിക്കും മസാലപ്പൊടി, ഇതായിരിക്കും മല്ലിപ്പൊടി എന്നൊരു രീതിയിലാണ് ഞാൻ ഇട്ടത്. അതായത് അത്രയും പോലും അറിയാത്ത ഞാൻ ഉണ്ടാക്കിയിട്ട് ഇത് ഇത്രയും ടേസ്റ്റ് ആണെങ്കിൽ അറിയാവുന്ന ഒരാൾ ഉണ്ടാക്കിയാൽ ഡെഫിനറ്റ്ലി വിൽ ബി ബെറ്റർ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം. ഇത് ഭയങ്കര ന്യൂട്രീഷ്യസ് ആണ്. ബീഫ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ക്യാബേജ് ഉണ്ട്, മഷ്റൂം ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്. അങ്ങനെ ഭയങ്കര ന്യൂട്രീഷ്യസ് ആണ്. വൺസ് ഇൻ എ വീക്ക് നമുക്ക് കഴിച്ചാൽ അടിപൊളിയായിരിക്കും. പിന്നെ എഗ് ഉണ്ട്. സോ ഇറ്റ്സ് റിയലി ഹൈ റിച്ച് ഇൻ പ്രോട്ടീൻ. സോ അത്രേ ഉള്ളൂ. ബൈ.